അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകാം. അവിടെ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ പരിശോധിക്കുന്നതിനായി സംയുക്ത പാർലമെന്ററി സമിതി അഥവാ JPC വിപുലീകരിച്ചു. കെ രാധാകൃഷ്ണൻ MP അടക്കം 8 പേരെ സമിതിയിൽ പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. JPCയിലെ അംഗസംഖ്യ ഇതോടെ 39ആയി. ഇടത് പ്രതിനിധിയെ ഉൾപ്പെടുത്താത്തതിൽ കെ രാധാകൃഷ്ണൻ MP സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ മാരിക്കാരൻ, എന്തായാലും ഒരു നടക്കൊന്നും ഈ ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് JPC കടക്കുമെന്ന് തോന്നുന്നില്ല. JPC വിപുലീകരിച്ചതോടുകൂടി CPM അടക്കമുള്ള MP രാധാകൃഷ്ണൻ അടക്കം അതിനകത്തുണ്ട്. പ്രിയങ്ക ഗാന്ധി, മനീഷ് തിവാരിയും അടക്കമുള്ളവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും JPC ശക്തമായി കഴിഞ്ഞു അല്ലേ? വലിയ ഒരു JPC ആണ് ഈ ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് പരിശോധിക്കാൻ പോകുന്നത്. നോബൽ മാരിക്കാരൻ, അരുൺ, ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒന്നാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അതിനു പിന്നാലെ ഈ ബില്ല് അവതരിപ്പിക്കുകയും ഇത് JPCക്ക് വിടാൻ തയ്യാറാവുകയും ചെയ്തു. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം JPC കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപീകരിച്ചിരുന്നു. അന്ന് JPC രൂപീകരിച്ചപ്പോൾ 31 അംഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനു പിന്നാലെ ചില വിമർശനങ്ങൾ, പ്രത്യേകിച്ച് CPMൻ്റെ ഭാഗത്തു നിന്നടക്കം വിമർശനങ്ങൾ ഉണ്ടായി. കാരണം CPMന് രാജ്യസഭയിലും ലോക്സഭയിലുമായി മൊത്തം 8 അംഗങ്ങൾ ഉണ്ട്. മറ്റ് അതിൽ കുറഞ്ഞ അംഗങ്ങളുള്ള പല പാർട്ടികളുടെ പ്രതിനിധികളെയും JPCയിൽ ഉൾപ്പെടുത്തുമ്പോഴും CPMൽ നിന്ന് ആരെയും ഉൾപ്പെടുത്തിയില്ല എന്നൊരു വിമർശനം കെ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്തിലൂടെ നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ JPC വിപുലീകരിച്ച് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ JPC ഈ വിഷയം പരിശോധിക്കാൻ വേണ്ടി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. നിലവിൽ 8 പേരെ കൂടി JPCയിൽ പുതുതായി ഉൾപ്പെടുത്തി. അതിൽ കേരളത്തിൽ നിന്നുള്ള CPMൻ്റെ ഏക ലോക്സഭാ അംഗം കെ രാധാകൃഷ്ണനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നപരിഹാരത്തിന് സ്പീക്കർ എന്താണെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൊത്തം 27 അംഗങ്ങളാണ് ലോക്സഭയിൽ നിന്ന് നിലവിൽ JPCയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ 12 അംഗങ്ങൾ രാജ്യസഭയിൽ നിന്നുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ലോക്സഭയിൽ സഭാ നടപടികൾ നടക്കുകയാണെങ്കിൽ JPCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പീക്കർ വ്യക്തമാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർലമെന്റ് കടക്കുക അത്ര എളുപ്പമല്ല. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ഇതിന് ആവശ്യമായുണ്ട്. നിലവിലത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് സഹായം ലഭിച്ചെങ്കിൽ മാത്രമാണ് സർക്കാരിന് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുകയുള്ളൂ. എന്താണെങ്കിലും JPCയിലേക്ക് ഈ ബില്ല് എത്തുമ്പോൾ വിശദമായ ചർച്ച ഇതിൽ കീറിമുറിച്ച് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ JPCയിലുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാടുകൾ എത്രത്തോളം ഇതിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും ഈ സമിതി ചെയർമാൻ JPC ചെയർമാൻ വേണ്ട രീതിയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് MP നേരിട്ട് വിമർശനം ഉന്നയിക്കുകയും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങളിലേക്കൊക്കെ മീറ്റിങ്ങുകൾ പോകുന്നത് കണ്ടതാണ്. അത്തരത്തിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നാണ് അറിയേണ്ടത്. എന്താണെങ്കിലും നിലവിൽ JPC വികസിപ്പിച്ചിരിക്കുന്നു 8 അംഗങ്ങളെ കൂടി, പ്രത്യേകിച്ച് കെ രാധാകൃഷ്ണൻ അടക്കം 8 MP കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് 39 എന്ന നമ്പറിലേക്ക് JPCയുടെ അംഗബലം ഉയർത്തിയിരിക്കും. താങ്ക് യു നോബൽ മാരിക്കാരൻ. JPC വളർന്ന് വലുതാവുകയാണ് കേട്ടോ. അങ്ങനെ 39 അംഗങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇരുസഭകളിലെയും രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഉണ്ടാവും. അത്ര എളുപ്പമല്ല ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ഒരു ബില്ല് പോയാൽ. അതുപോലെ ഇങ്ങനെ ചർച്ചയായിരിക്കും കേട്ടോ. അതിനുശേഷമായിരിക്കും ബില്ല് വരിക. ബില്ല് വരുമ്പോൾ അവതരിപ്പിച്ച രൂപത്തിലൊന്നും ആയിരിക്കില്ല ബില്ല് പുറത്തിറങ്ങാൻ പോകുന്നത്. ഈ കാര്യത്തിൽ ബില്ല് വെളിച്ചം കാണാനുള്ള സാധ്യത കുറവാണെന്നാണ് നമ്മുടെ അനുമാനം. അങ്ങനെയായിരിക്കും.